ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ഏതു കർമ്മം ചെയ്താലും അതിൻ്റേതായ ഫലമുണ്ട്. പുണ്യകർമ്മം ചെയ്യുമ്പോൾ സുഖവും പാപകർമ്മം ചെയ്യുമ്പോൾ ദുഃഖവും അനുഭവമാകുമല്ലോ. കർമ്മം ഏതായാലും ബന്ധനം തന്നെയാണ്. അതിനാൽ കർമ്മം ചെയ്യാതിരിക്കുന്നത് അതിലേറെ അപകടവുമാണ്. കർമ്മം ചെയ്യാതിരിക്കുന്നതോ കർമ്മം ചെയ്ത് ബന്ധിതനാകുന്നതോ അല്ല വേണ്ടത്. വിവേകപൂർവം ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജിയ. എല്ലാ സമയത്തും നമ്മൾ ചെയ്യുന്ന നല്ല കൃത്യവും ചിലപ്പോൾ ചീത്തകൃത്യം ചെയ്യേണ്ടി വരുന്ന അതും ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായത് ഭാഗവതധർമ്മമാണ്. എന്താണ് ഭാഗവതധർമ്മം? ഭഗവാനെ സംബന്ധിച്ച നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും ഈശ്വരസ്മരണയോടുകൂടിയാണെങ്കിൽ അതാണ് ഭാഗവതധർമ്മം എന്ന് പറയുന്നത്. വാക്കും വിചാരവും പ്രവൃത്തിയും ഈശ്വരീയമായി തീരുമ്പോൾ അത് ഭാഗവതധർമ്മമായി. അതുകൊണ്ടാണ് പുണ്യം ഭാഗവതം ധർമ്മം ആകയാലഖിലോത്തമം പ്രപഞ്ചത്തിങ്കലേതേതോ കർമ്മവും ഭയമാർന്നതാം. പുണ്യം ഭാഗവതം ധർമ്മം, ഏറ്റവും പുണ്യപ്രദമായിട്ടുള്ളത് ഭഗവത് സ്മരണയോടുകൂടി ഇവിടെ ജീവിക്കുക എന്നതാണ്. അതാണ് നമ്മുടെയൊക്കെ ധർമ്മവും. അതിനാൽ പ്രപഞ്ചത്തിങ്കലേതേതോ, പ്രപഞ്ചത്തിൽ നമ്മൾ ഏത് കർമ്മം ചെയ്താലും ആ കർമ്മമെല്ലാം നമ്മെ ബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ബന്ധനം കൂടാതെയാണ് കർമ്മം ചെയ്യേണ്ടത്. പുണ്യം ഭാഗവതം ധർമ്മം പ്രപഞ്ചത്തിങ്കലേതേതോ കർമ്മവും ഭയമാർന്നതം. ഈ പ്രപഞ്ചത്തിലെ ഏത് കർമ്മവും ഭയത്തെ ഉണ്ടാക്കുന്നതാണ്, ബന്ധനത്തിന് ഹേതുവായതാണ്. അതിനാൽ ബന്ധിക്കത്തക്ക വിധത്തിലല്ല നാം കർമ്മം ചെയ്യേണ്ടത്, മോചിക്കത്തക്ക വിധത്തിലാണ് നാം കർമ്മം അനുഷ്ഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായ പദത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യജീവിതത്തിൻ്റെ മഹത്വമറിയുന്നവർ പാഴാക്ക പാഴ്വേലകളിൽ അമൂല്യമായുസ്സിനെ. അതാണ് നമ്മൾ മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം അറിയുന്ന ഒരാൾ നിസാരമായ കർമ്മങ്ങളിൽ അമൂല്യമായ ഈ ആയുസ്സിനെ നഷ്ടപ്പെടുത്തുകയില്ല. ഇത് ഏറ്റവും വിവേകപൂർവ്വം വിനിയോഗിക്കേണ്ടതാണ്. സ്വർണ്ണപാത്രത്തിൽ ചന്ദനവിറക് കത്തിച്ച് എള്ളിൻ പിണ്ണാക്ക് വേവിക്കുന്നത് പോലെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം. സ്വർണ്ണപാത്രം എന്നാൽ ഈ മർത്യദേഹം തന്നെയാണ്. അതിൽ ചന്ദനവിറകാണ് കത്തിക്കുന്നത്. ചന്ദനവിറകെന്നാൽ ഏറ്റവും വിലയേറിയ ഇന്ധനമാണ്. ആ വിലയേറിയ ഇന്ധനം കൊണ്ട് നാം വേവിക്കുന്നത് വില കുറഞ്ഞ വസ്തുവാവരുത്, ഏറ്റവും വിലയേറിയതായിരിക്കണം. വിലയേറിയത് എന്താണ്? ഈശ്വരന് നിവേദിക്കാനുള്ള നൈവേദ്യമാണ് ചന്ദനവിറക് കത്തിച്ച് സ്വർണ്ണപാത്രത്തിൽ വേവിക്കേണ്ടത്. അതുപോലെ സ്വർണ്ണപാത്രമാവുന്ന ഈ ദേഹത്തിൽ നാം ഈ ആയുസ്സാകുന്ന ചന്ദനവിറക് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നാം ചെയ്യുന്ന ഓരോന്നും ആ ഭഗവത് സ്മരണയോടുകൂടിയായാൽ അത് ഏറ്റവും ഉത്കൃഷ്ടമായി നമ്മുടെ ജന്മം സഫലമായി തീരാൻ അത് മാത്രം മതി. അതുകൊണ്ട് പുണ്യം ഭാഗവതം ധർമ്മം ആകയാലഖിലോത്തമം പ്രപഞ്ചത്തിങ്കലേതേതോ കർമ്മവും ഭയമാർന്നതാം.